അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, ബാബുൽ റയ്യാൻ റമദാൻ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് പുണ്യങ്ങളുടെ പൂക്കാലം, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വലിയ മഹത്വങ്ങളും പ്രതിഫലങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് ഓഫറായി നൽകിയിട്ടുള്ള മാസമാണ്. നമുക്കറിയാം, നാം 11 മാസങ്ങളിൽ അല്ലെങ്കിൽ ദീർഘമായി നാം അടുപ്പിൽ വെക്കുന്ന കലം അത് അതിലിട്ട് പാചകം ചെയ്ത് കരിപിടിച്ചിരിക്കുന്നത് പോലെയാണ് 11 മാസങ്ങളിൽ നമ്മൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അഴുക്ക് പിടിച്ചു പോയ കറുത്തുപോയതാകുന്ന നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കാൻ, അതിനെ വെളുപ്പിക്കാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മഹത്തായ ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. അപ്പോൾ ആ റമദാനിനെ ഏറ്റവും മഹത്തമായി നമ്മൾ പരിപാലിക്കുകയും അതിന്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അമലുകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ധാരാളം പ്രതിഫലങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത മനോഹരമാകുന്ന ഹദീസിലൂടെ അതുകൊണ്ടാണ് പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിന്റെ നോമ്പ് വിശ്വാസത്തോടുകൂടി, അള്ളാഹു ഉറച്ചതാവുന്ന വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം അള്ളാഹു നൽകും എന്നും ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോറ്റുകിട്ടിക്കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാവങ്ങൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ്. പാവങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാകുന്ന ഒരു അമലാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിലെ നോമ്പ്. കഴിഞ്ഞുപോയ പാവങ്ങളൊക്കെ കരിച്ചു കളയുന്ന, റമദാന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ കരിച്ചു കളയുക എന്നാണ്. ആ രൂപത്തിൽ നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു കിട്ടും. അതുപോലെ ധാരാളം നന്മകളാണ് വിശ്വാസികൾക്ക് ഈ റമദാനിലൂടെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 5 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അവിടുന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു, വിശ്വാസികൾക്ക്, മുൻ സമുദായക്കാർക്ക് ലഭിക്കാത്ത 5 നേട്ടങ്ങൾ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ നോമ്പിലൂടെ ലഭിക്കുകയാണ്. എന്താണ് 5 നേട്ടങ്ങൾ? അതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ നമ്മൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി അവിടുന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നു, അന്ന ഖലൂഫ ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്കി. ഒരു നോമ്പുകാരന്റെ വായയിൽ നിന്ന് അടിച്ചു വീശുന്ന വാസനയുണ്ടല്ലോ, നമ്മൾ ദുർഗന്ധമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ട് അവന്റെ വായ തുറക്കുമ്പോൾ അടിച്ചു വീശുന്നത് ദുർഗന്ധമാണെങ്കിൽ, നോമ്പുകാരന്റെ ഉറക്കത്തിന് തസ്ബീഹിന്റെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞ റബ്ബ് ആ വായിൽ നിന്ന് വീശുന്ന ഗന്ധത്തിന് മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ വലിയ വാസനയുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ എത്രത്തോളം സുഗന്ധമുള്ളതാണ് ആ വാസന എന്ന് പഠിപ്പിക്കുന്നത്. നോമ്പുകാരന് പ്രത്യേകമായി ലഭിക്കുന്ന പ്രതിഫലമാണ്, മറ്റാർക്കും ലഭിക്കാത്ത. രണ്ടാമതായിട്ട് അവിടുന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഹത്താ യുഫ്തിറു. ഒരു നോമ്പുകാരൻ അവൻ പ്രഭാത സമയത്ത്, ഇടയത്താഴ സമയത്ത് അന്നം കഴിച്ചിട്ട് പ്രദോഷത്ത് മഗ്‌രിബ് നമസ്കാരം വരെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ട് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്തുകളിലായി വിശുദ്ധ ഖുർആനുകൾ പാരായണം ചെയ്ത് അവൻ ഇങ്ങനെ നോമ്പ് നോക്കുമ്പോൾ, മറ്റുള്ളതാകുന്ന എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പടച്ചവന് വലിയ ഇഷ്ടമാണ്. അവിടുന്ന് മാലാഖമാര് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയാണ്. അള്ളാഹുവെ, ഈ അടിമയ്ക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മാലാഖമാര് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ നേട്ടം. മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത്, അന്നല്ലാഹ യുസയ്യിനു കുല്ല യൗമിൻ ജന്നതഹു. എല്ലാ ദിവസത്തിലും സ്വർഗത്തെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോമ്പുകാർക്ക് വേണ്ടി സ്വർഗം അലങ്കരിക്കപ്പെടുന്ന ഒരു മാസം ഇത്. മറ്റുള്ള മാസങ്ങളില്ല, മറ്റുള്ള ആർക്കും ലഭിക്കുന്നില്ല. നോമ്പുകാർക്ക് വേണ്ടി സ്വർഗത്തെ അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ദിവസങ്ങളിൽ. നാലാമതായി നോമ്പുകാർക്ക് ലഭിക്കുന്ന പ്രതിഫലം, അന്ന മറദത ശയാത്തീനി യുസഫദൂന ബിസ്സലാസിലി വൽ അഗ്ലാൽ. ശൈത്താന്റെ പ്രേരണകള് മനുഷ്യരിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ വഴിപിഴപ്പിക്കാനുള്ള അവന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുകയാണ്. ചങ്ങലക്കിടക്കപ്പെടുകയാണ്. ശൈത്താന് ചങ്ങലക്കിടപ്പെടുന്ന മാസം ഇത് നോമ്പുകാർക്ക് പ്രത്യേകമായി ലഭിക്കുന്ന പ്രതിഫലമാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയങ്ങളാണ്. പിശാചിന്റെ ഇടപെടൽ
വളരെ ചുരുക്കപ്പെടുന്ന, അവനെ ചങ്ങലക്കിടപ്പെടുന്ന പൂട്ടപ്പെടുന്ന മാസമാണ്. ഒരു യഥാർത്ഥ നോമ്പുകാരൻ ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ഹബീബായ മുത്തുനബി ഞങ്ങൾ പറഞ്ഞു വെച്ചത്. അഞ്ചാമതായി നോമ്പുകാരൻ ലഭിക്കുന്ന നേട്ടം എന്നുള്ളത് അന്നല്ലാഹ യഗ്ഫിറു ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി ലൈലത്തിൻ മിൻ ഹാദ ശഹരി. ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തില് നോമ്പുകാര് പടച്ചവനെ ഭയന്നുകൊണ്ട് ഭോജനം മുടക്കിയവര്, അന്നപാനീയങ്ങൾ മുടക്കിയിട്ട് ദുർവിചാരങ്ങൾ ഉപേക്ഷിച്ചിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭയന്നുകൊണ്ട് ജീവിച്ചതാകുന്ന വിശ്വാസികള്, അവർക്ക് അവസാനത്തെ ദിവസം ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കൽ ചോദിക്കുകയാണ്. എത്രയോ മഹത്തായ അവസരമാണ്, എത്ര സുന്ദരമായിട്ടുള്ള സമീപനങ്ങളാണ് വിശുദ്ധ റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ 5 നേട്ടങ്ങൾ നേടിയെടുക്കുന്ന നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നു, നോമ്പുകാർക്ക് ലഭിക്കുന്ന 5 നേട്ടങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. ഒന്നാമതായിട്ട് അവന്റെ വായിൽ നിന്ന് വീശുന്ന വാസനയ്ക്ക് കസ്തൂരിയേക്കാൾ മണമാണ് പടച്ചറബിന്റെ അടുക്കൽ. രണ്ടാമതായിട്ട് മാലാകമാര് നോമ്പുകാരന് വേണ്ടി ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് നോമ്പുകാർക്ക് വേണ്ടി സ്വർഗം എന്നും എന്നും അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാലാമതായിട്ട് ശൈത്താന്റെ ഇടപെടലുകൾ, അവന്റെ വഴിപിഴപ്പിക്കലുകളെ തൊട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സംരക്ഷണം ഒരുക്കിയ മാസമാണ്. 5, പടച്ച റബ്ബ് ഈ റമദാനിന്റെ അവസാന ദിവസത്തില് നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായി പാപമോചനം തേടുകയാണ്. ഈ മഹത്താകുന്ന പ്രതിഫലങ്ങളൊക്കെ ഉള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.